സ്ഫോടനം നടന്നിട്ടും ഞെട്ടാത്ത കേരളം. പാലക്കാട് RSS ശാഖ നടന്നതിന് പിന്നാലെ RSS നിയന്ത്രണത്തിലുള്ള സ്കൂൾ പരിസരത്ത് സ്ഫോടനം നടന്നിരിക്കുകയാണ്. എന്നാൽ അതിന്മേൽ യാതൊരു ചർച്ചയും നടക്കുന്നില്ല. ആ സ്ഫോടനത്തിന്റെ ജാതകം പരതിപ്പോവാൻ ഒരു മാധ്യമപ്രവർത്തകനും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സ്കൂളിൽ സ്ഫോടനം നടന്ന് ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അതിൽ എന്തുകൊണ്ടാണ് ചർച്ച നടക്കാതെ പോകുന്നത്? പരിക്കേറ്റയാളുടെ പേര് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ? പരിക്കേറ്റയാൾക്ക് എന്ത് പരിക്കാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞോ? എല്ലാം മൂടിവെച്ചുള്ള ഈ പോക്ക് എങ്ങോട്ടാണ്? എന്തിനാണ്? ആരെ സഹായിക്കാനാണ്? ഇത്തരം ചോദ്യങ്ങളാണ് ഉയരുന്നത്. സംശയനിഴലിൽ RSSഉം സംഘപരിവാറും ആയതുകൊണ്ടാണോ ഇതിന്റെ കാരണം? പാലക്കാട് മുത്താൻതറയിലെ ദേവി വിദ്യാകേതൻ സ്കൂളിൽ പരിസരത്താണ് വലിയ ശബ്ദത്തോടെ ഉഗ്രസ്ഫോടനം ഉണ്ടായത്. അന്വേഷണം നടത്താനെത്തിയ ലോക്കൽ പോലീസ് പന്നിപ്പടക്കമാണെന്ന് ലാഘവത്തോടെ പറഞ്ഞ് കേസ് കൈകാര്യം ചെയ്തു. അതങ്ങനെയല്ലേ വരൂ. ഇതേതെങ്കിലും മറ്റു മതസ്ഥാപനങ്ങളുടെ പരിസരത്തോ ചില പ്രത്യേക മതവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലോ ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിന്റെ സ്ഥിതി? എന്താകുമായിരുന്നു മാധ്യമ സ്ഥാപനങ്ങളുടെ ഹെഡ്ലൈൻ ന്യൂസുകൾ? സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് ദേശീയ അന്വേഷണ ഏജൻസി മുതൽ സകല വിദ്വേഷ മറുനാടൻ പാമ്പും പഴുതാരയും ഉൾപ്പെടെ എത്തിപ്പെടുമായിരുന്നു. സംഭവത്തിൽ 10 വയസ്സുകാരനാണ് പരിക്കേറ്റത്. സ്കൂൾ വളപ്പിൽ നിന്നും ലഭിച്ച സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. 4 സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുമുണ്ട്. വിദ്യാർത്ഥി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ ബോംബ് ആരുണ്ടാക്കി, എന്തിനുണ്ടാക്കി, ഇതിന്റെ ഉറവിടം എന്ത് എന്ന ചോദ്യങ്ങൾ ഉയരാത്തതിന്റെ കാരണം എന്താണ്? ഈ സ്കൂൾ RSS നിയന്ത്രണത്തിലാണെന്ന് മാത്രമല്ല, ഈ സ്കൂളിന്റെ പരിസരത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സ്കൂളാണ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയുടെ DCCയുടെ പ്രസിഡന്റ് ആണ്. അതുമാത്രമല്ല, സ്ഫോടനം നടക്കുന്ന അന്നേ ദിവസം രാവിലെ RSSന്റെ ശാഖ അവിടെ നടന്നിരുന്നു എന്ന് പറയുന്നത് BJPയുടെ നേതാവാണ്. ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് BJP നേതാവിന്റെ ഈ വെളിപ്പെടുത്തലാണ് വലിയ ദുരൂഹതകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. വിദ്യ അഭ്യസിക്കേണ്ട ഒരു സ്കൂൾ പരിസരത്ത് എങ്ങനെ സ്ഫോടക വസ്തു എത്തിയെന്നാണ് DYFI നേതാവ് ചോദിക്കുന്നത്. ഇതൊരു ഭരണപക്ഷത്തിലിരിക്കുന്ന ഒരു യുവ സംഘടന ചോദിക്കുമ്പോൾ അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. പക്ഷേ പോലീസ് അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കഴിഞ്ഞ 24 മണിക്കൂറിൽ നമ്മൾ കണ്ടു. RSS നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ ലഭിച്ചതെന്നും DYFIയും KSUവും പറഞ്ഞു. സമഗ്ര അന്വേഷണം വേണമെന്ന് SDPI ആവശ്യപ്പെടുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നും സ്ഫോടക വസ്തു സ്കൂൾ കോമ്പൗണ്ടിലെത്തിയത് എങ്ങനെയെന്ന് വിശദമായ അന്വേഷണം വേണമെന്നും DYFI വ്യക്തമാക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ സ്വരത്തിൽ പറയുമ്പോഴും പോലീസും മാധ്യമങ്ങളും പൊതുജനവും ഇവയെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായി നിലനിൽക്കുന്നത്.